കഴിഞ്ഞ RPF SI റാങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ നമ്മുടെ അമലിനി ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങൾ. അതുപോലെ നമ്മുടെ കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമാണ്, നമ്മുടെ മേലതിയിടം ഗ്രാമത്തിന്റെ അഭിമാനമാണ്. നമ്മുടെ ജയേട്ടനെയും നിഷേച്ചിയുടെയും കാര്യം കൂടെ എടുത്തു പറയണം. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും തികഞ്ഞ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സത്യസന്ധമായ പോലീസ് ഓഫീസറായിട്ട് അത് നമുക്ക് അച്ഛനൊക്കെ ആഗ്രഹം. അമലിന്റെ അച്ഛന്റെ ചേട്ടനാണ് ഞാൻ. അവളെ അധ്വാനിച്ചിട്ടാണ് ഈ റാങ്ക് ജേതാവായ അമല് നമ്മുടെ നാടിന്റെ ഒരു അഭിമാനം കൂടിയാണ്. വലിയ ഒരു കുട്ടികൾക്ക് വലിയ പ്രചോദനമാണ്. കാരണം വെച്ചാൽ പഠിപ്പിന് നല്ല കോൺസെൻട്രേഷൻ ചെയ്യുകയും ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അമല്. ഈ കളിയായിട്ട് ഞാൻ നിരന്തരം ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ജയേന്ദ്രന്റെ അടുത്ത ചങ്ങായിയാണ്. അവന് മകന് ഈ റാങ്ക് കിട്ടിയതിൽ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. ഇവൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് റേസ് നല്ലതാണ്. പിന്നെ ഇവൻ കുറെ അന്വേഷിച്ചു നോക്കി. അപ്പൊ ഏറ്റവും നല്ലത് പിന്നെ റേസാന്ന് തോന്നി. അങ്ങനെ നേരെ റേസിലേക്ക് പറഞ്ഞത് അപ്പൊ നല്ല ഇതായിരുന്നു. മൊത്തം നമ്മൾ അന്വേഷിച്ചു തരാം. അത് വളരെ നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായേ. വളരെ നല്ല അഭിപ്രായമുണ്ട്. ഇവൻ അച്ഛൻ തന്നെയാണ് ഇവനെയും കൂട്ടിയിട്ട് അവിടെ ചേർക്കാനായിട്ട് വന്നത്. അവിടെ വന്ന് പഠിച്ചതുകൊണ്ട് ഇന്നിപ്പം ഇവൻ നല്ല നിലയിലാണ്. വിണ്ണിൽ തേവാരം നോൽക്കുന്നേ തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പൂക്കുന്നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേരൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നിൽ തന്നെ നിന്നെ തന്നെ. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ടീച്ചറാണ് തുളസി ടീച്ചർ. ഞാൻ കൊട്ടില സ്കൂൾ പഠിക്കുമ്പോൾ അവിടെ കൊമേഴ്സ് വിഭാഗത്തിൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ടീച്ചറാണ്. ടീച്ചർ ആ ഒരു ടൈമിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ ടീച്ചറും എൻ്റെ നാട്ടുകാർ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. കഴിഞ്ഞ RPF SI റാങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ നമ്മുടെ അമലിനി ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങൾ. അതുപോലെ നമ്മുടെ കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമാണ്, നമ്മുടെ മേലതിയിടം ഗ്രാമത്തിന്റെ അഭിമാനമാണ്. ഫുൾ ടൈം നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിൽ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് കൃത്യമായ കാൽക്കുലേഷനിലൂടെ, കൃത്യമായ പ്ലാനിങ്ങിലൂടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അമൽ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജയേട്ടനെയും നിഷേച്ചിയുടെയും കാര്യം കൂടെ എടുത്തു പറയണം. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും തികഞ്ഞ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അമൽ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം +2 മുതൽ ഒരു സൈലന്റ് നേച്ചറാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ആവാതെ നമുക്ക് എന്തായാലും ഒരു ജോലി കൂടുകയേ തീരും എന്നുള്ള ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ആ ഒരു വിൽ പവർ ആണ് ഒരാൾക്ക് ആദ്യം തന്നെ വേണ്ടത്. പാരന്റ്സിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ, രക്ഷിതാക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളത് അമലിന്റെ ഒരു സ്വപ്നം കൂടിയായിരുന്നു, അല്ലേ? അപ്പൊ അതിന് ഒരിക്കൽ കൂടി അഭിനന്ദനം. പിന്നെ ഇനിയുള്ള നിന്റെ ജോലിയിൽ എല്ലാ വിധാശംസകളും. ഹായ്, എൻ്റെ പേര് അമൽ. ഇക്കഴിഞ്ഞ RPF SI എക്സാമിന് ഞാൻ കോൽക്കല റാങ്ക് 1 ലഭിച്ചിരുന്നു. എൻ്റെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു 1 hour ഒക്കെ ആ ഒരു എക്സാമിന്റെ ടൈമിൽ 1 hour അത്രയാണ് ഞാൻ മാക്സിമം ഇരുന്ന സമയം എന്ന് പറയുന്നത്. ഞാൻ 2022 BBA ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാനൊരു ഗ്യാപ്പ് എടുത്തു. അതായത് എനിക്ക് അടുത്ത ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഐഡിയ ഉണ്ടായിട്ടില്ല. ഡിഗ്രി എടുക്കുക മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ കുറെ ആലോചിച്ച് പ്രൊഫഷണൽ കോഴ്സുകൾ കുറെ നോക്കി, CMA നോക്കി, അങ്ങനെ കുറെ എനിക്ക് പറ്റുന്ന കുറെ, എന്നെ കൊണ്ട് ആവുന്നില്ല കുറെ കോഴ്സുകൾ നോക്കി. അവസാനം ഞാൻ എത്തിച്ചേർന്നത് SSC എന്നുള്ളൊരു ഫീൽഡിലേക്കായിരുന്നു. അതിന്റെ ആ ജേർണി പറയുകയാണെങ്കിൽ ഞാൻ 2023 മാർച്ചിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ
പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ല. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് സ്വയമായ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്നെ കൊണ്ട് പറ്റുമോ? കാരണം ഞാൻ മുമ്പ് ഇത്രയും കൊല്ലം, അതായത് 10-15 കൊല്ലം ഞാൻ 1 മണിക്കൂർ തികച്ചിരിക്കും പഠിക്കാണ്ട് അത്ര എഫേർട്ട് ഇടാണ്ട് പഠിച്ച ഒരാളാണ്. ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു 2023 മാർച്ചിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ജേർണി സ്റ്റാർട്ട് ആയിട്ട് ഒരു ജൂൺ ജൂലൈയിലൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് എക്സാം വന്നത്. ഫസ്റ്റ് എക്സാം വേണ്ട പോലെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. തുടർച്ചയായി ആ ഒരു മാസം, ആ ഒരു കൊല്ലം തന്നെ അത്യാവശ്യം എക്സാം ഉണ്ടായിരുന്നു. ഒരു 3-4 എക്സാം അറ്റൻഡ് ചെയ്തു. എല്ലാ എക്സാമും അതുപോലെ തന്നെ ആയിരുന്നു. ഇല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു തുടങ്ങി, കാരണം ഈ എക്സാം എന്നെ കൊണ്ട് പറ്റുക. ഇത് എനിക്കൊരു മുമ്പേ ഞാൻ അങ്ങനെ ഇരുന്ന് പഠിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നി. പിന്നെ ഞാൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഇരുന്നു. RPF SI എക്സാം നടക്കുന്നത് 2024 ഡിസംബറിലായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ആക്ച്വലി CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പൊ ഞാൻ RPF SI എനിക്ക് വേണോ വേണ്ടയോ എഴുതണോ വേണ്ടോ എന്നൊരു ഡൗട്ടിലായിരുന്നു. കാരണം ഈ ഒരു എക്സാമിന് പോയാൽ എന്റെ ഒരു കുറച്ച് മണിക്കൂറുകൾ നഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ. കാരണം ഞാൻ എല്ലാ ടൈമും കംപ്ലീറ്റ് ടൈം ഞാൻ CGL വേണ്ടി ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ RPF SI എക്സാമിന് പോകണോ വേണ്ടോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. ടൈമിലെ കോഴിക്കോടായിരുന്നു എക്സാം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് രാവിലെ കോഴിക്കോട് ഒരു 8 മണിക്ക് അമ്മേനെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ അങ്ങനെ എത്തി, എക്സാം സെന്ററിലെത്തി. ഉച്ചക്കായിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അന്നേരം ഈ റെയിൽവേ എക്സാമിന് ആധാർ കാർഡ് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ അമ്മനെ വിളിക്കുമ്പോൾ അമ്മനോട് പറഞ്ഞു ആധാർ കാർഡ് ഉണ്ടോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആധാർ കാർഡ് ഉണ്ടോ ചെക്ക് ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല. ഞാൻ പറഞ്ഞു അമ്മനെ വേണ്ട, കോട്ടെ എക്സാം എഴുതണ്ട എന്ന രീതിയിൽ വന്നില്ല. അമ്മ പറഞ്ഞു അല്ല കുഴപ്പമില്ല എഴുതു പറഞ്ഞു. അപ്പൊ എന്റെ ഒരു കസിൻ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് എനിക്ക് 2 മണിക്ക് എക്സാം. അവൻ ആധാർ കാർഡും കൊണ്ട് 9 മണിക്കത്തെ ട്രെയിൻ കയറിയിട്ട് 11 മണിക്കവിടെ എത്തി. ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ എക്സാം എഴുതാൻ കഴിഞ്ഞത്. കാരണം ഞാൻ അത് എക്സാം വേണ്ടാന്ന് വെച്ചൊരു സമയത്ത് നിന്നിരുന്നു. ഇപ്പൊ എക്സാം വേണ്ട, CGL നോക്കാന്നുള്ള രീതിയിൽ നിന്നിരുന്നു. ആ ഒരു എക്സാമാണ് എനിക്ക് ഇപ്പോൾ കേരള റാങ്ക് 1 എത്തിയിരിക്കുന്നത്. അതുൽ എന്നാന്ന് പേര്. ആ ഒരു കസിനോടൊക്കെ ഭയങ്കര കടപ്പാടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ ഈ ഒരു ഫിസിക്കലിലേക്ക് എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് മാർക്കെല്ലാം വന്ന ശേഷം ഫിസിക്കൽ ഉണ്ടായിരുന്നു. ഫിസിക്കൽ ഞാൻ കുറെ നാള് ഈ കംപ്ലീറ്റ് ഈ പഠിത്തം തന്നെ ആയതുകൊണ്ട് തന്നെ ഫിസിക്കലി ഞാൻ ഭയങ്കര വീക്ക് ആയിരുന്നു. എനിക്ക് സ്റ്റാമിന തീരെ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഫിസിക്കൽ ലക്നൌവിലായിരുന്നു ഉണ്ടായത്. ഫിസിക്കലിന്റെ ടൈമിൽ ഞാൻ രാവിലെ എണീച്ച് ഓടുന്ന സമയത്ത് തന്നെ എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഇവരാണ് ഡെയിലി രാവിലെ എന്നെ ഒന്ന് വിളിക്കല്. കാരണം ഇവർക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യണമെന്ന് ഇവർക്കൊരു ആഗ്രഹം കൊണ്ട് ഇവർ ഡെയിലി എന്നെ രാവിലെ ഒന്ന് വിളിക്കും. ഡെയിലി രാവിലെ എന്നെ വിളിച്ച് ഞാൻ ഇവരെ കൂടിയാണ് രാവിലെ ഓടാൻ പോവുക. ഓടിയ ശേഷം ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഇവരെന്നെ രാവിലെ ഇവർക്ക് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് രാവിലെ വരും, 2 കയർ അപ്പുറം ഇപ്പുറം പിടിക്കും. എനിക്ക് ഞാനത് തുള്ളും. അതിൽ ഹൈ ജമ്പ് അങ്ങനെയല്ലായിരുന്നു, ഹൈ ജമ്പ് ഉണ്ടായിരുന്നു. ആ 2 ഫ്രണ്ട്സ് ആരെല്ലാം വെച്ചായിരുന്നു. ഒരാൾ അഭിനന്ദും ഒരാൾ അതുലും ആയിരുന്നു. ഫിസിക്കലി ലക്നൌവിൽ വെച്ചായിരുന്നു. ലക്നൌവിൽ വെച്ചപ്പോൾ എന്റെ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. അതായത് ഞാൻ പോയിട്ട് ഫെയിൽ ആയാലും ഇവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ഫെയിൽ ആയാലും തിരിച്ചു വരുമ്പോൾ എന്റെ മൈൻഡിൽ ആ ഒരു ഇത് ഉണ്ടാവില്ലേ, ഫെയിലായി ഇത്ര ദൂരം പോയി എന്നിട്ട് ഫെയിലായി എനിക്ക് ഇത്ര ദൂരം തിരിച്ചു വരണ്ടേ എന്നുള്ളൊരു എന്റെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ച് ഇവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. ഞാൻ പോയി ഫിസിക്കലിന് പോയി 3 മണിക്കായിരുന്നു ഉണ്ടായത്. 3 മണിക്കാർ റിപ്പോർട്ട് ചെയ്തു. 6 മണിക്ക് ഓടിയിട്ട് ആ സമയത്ത് ഒരു 9 മണിയെല്ലാം ആകുമ്പോൾ ഫിസിക്കൽ കഴിഞ്ഞു. എന്നിട്ട് 12 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്നത് വെച്ചാൽ എല്ലാവരും വീഡിയോ കോൾ ചെയ്തതാണ്. വീഡിയോ കോൾ ചെയ്തു, ഏച്ചീനെ ചെയ്തു, അളിയനെ ചെയ്തു, അച്ഛനെ ചെയ്തു, അമ്മനെ ചെയ്തു. ഇവരെ 4 ആൾ ഞാൻ ഒരുമിച്ചായിരുന്നു വീഡിയോ കോൾ ചെയ്ത്. വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എക്സാം പാസ്സായി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏച്ചിനെ പേഴ്സണലായിട്ട് ഒന്ന് വിളിച്ചു. പേഴ്സണലായിട്ട് വിളിച്ചെന്നോട് പറഞ്ഞു അവിടെ നിനക്ക് വേണ്ടി കുറെ ആൾ അമ്പലത്തിൽ പോയിട്ടുണ്ട്, നിനക്ക് വേണ്ടി മാത്രം എത്ര ആൾക്കാർ ഇന്ന് അമ്പലത്തിൽ പോയി അറിയാമെന്ന് ചോദിച്ചെന്നോട്. പിന്നെ അതൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം എനിക്ക് എപ്പം സ്ട്രോങ് ആയിട്ട് നിന്നത് എന്റെ അച്ഛനും അമ്മയായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവരുടെ അടുത്ത്. നമുക്ക് അപ്പം ഞാൻ പാസ്സായി എന്ന് അറിയുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവർ ഇതുവരെ തന്നെ എന്റെ ലൈഫിൽ ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല ഇതുവരെ എന്റെ ലൈഫിൽ 1ാം ക്ലാസ് തൊട്ട് ഇത്ര വരെ ടൈമിൽ തന്നെ ഇതുവരെ ആരും ഇതുവരെ എന്നെ കമ്പയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഭയങ്കര പേരന്റിങ് എന്നാന്ന് അറിയുന്ന ആൾക്കാരായിരുന്നു ഇവര്. 2022 അവസാനത്തോടെയായിരുന്നു ഞാൻ റേസിനെ കുറിച്ച് അറിഞ്ഞത്. യൂട്യൂബിലെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് കണ്ടിരുന്നു. ഇപ്പം ആ ഒരു സക്സസ് സ്റ്റോറീസിൽ പാർട്ടാകാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. 2023 മാർച്ചിൽ റേസിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്നുള്ള മെയിൻ ആയിട്ട് പറയുമ്പോൾ സർക്കിൾ മെറ്റീരിയൽസ്, ഇതിന് ശേഷം കിട്ടിയ കമ്പൈൻ സ്റ്റഡി, അവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി എന്നെ ഒരുപാട് GKL ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എന്നെ സഹായിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ മെൻഡറായിട്ട് കയറിയ ശേഷം അവിടുന്ന് എന്റെ നോളജ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചു. GKL ആയാലും മാത്സിൽ ചെയ്യുന്ന സ്പീഡിലായാലും മെൻഡറിങ്ങിലൂടെ എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. അതെന്റെ സ്റ്റുഡൻസിനും ഞാൻ ഈ എക്സാമിന്റെ ഇമ്പോർട്ടൻസ്, അതായത് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാന്നുപരി എക്സാം ഓറിയന്റഡ് എങ്ങനെ നമുക്ക് ഇതിനെ സമീപിക്കാന്നുള്ള രീതി കൂടി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ്, SSCയിൽ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് അത്രയൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെ പലരും മറന്നു വന്നും പലരും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗസ് വർക്കിംഗ് എന്നുള്ളത്. ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ ഒരു SSC എക്സാം എന്ന് പറയുമ്പോൾ ഒരു 150 മാർക്ക് വെച്ചൊരു ടോപ്പർ അവർ 90 ക്വസ്റ്റ്യൻസ് അറിഞ്ഞുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കില്ല. അതിൽ പലതും ഗസ് വർക്കിംഗ് ഉണ്ട്. ഇതിൽ എല്ലാവരും മറന്നു വന്നും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യം ഗസ് വർക്കിംഗ് ഉണ്ട്. അതിന് ഇമ്പോർട്ടൻസ് എത്രയാണ്, അത് എങ്ങനെയൊക്കെ ഗസ് വർക്കിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ സ്റ്റുഡൻസിനും മെന്ററിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിപ്പം ഒരു ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ 2 മണിക്കൂർ ക്ലാസ് അങ്ങ് അടുത്ത് 2 മണിക്കൂർ സർക്കിൾ ആയിരിക്കും ഉണ്ടാവുക. ഈ സർക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാത്സ് ആണ്. ഈ മാത്സ് ഇത്ര ഇമ്പ്രൂവ് ആകാൻ കാരണം ഈ ഒരു 2 മണിക്കൂറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു 30 ദിവസത്തിനോ 40 ദിവസത്തിനോ സർക്കിൾ മെറ്റീരിയൽ ആയിട്ട് തരും. ഒരു 30 ദിവസം 40 ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, മാത്സിന് എന്തൊരു ഐഡിയ കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു ബേസ് സെറ്റ് നമ്മൾ പിന്നെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം നോക്കിയാൽ മതി.
മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞ കാര്യം എന്റെ മാത്സ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ, മാത്സ് സ്ട്രോങ് ആക്കുന്നതിൽ ഭയങ്കര നല്ലൊരു ഫാക്ടർ ആയിരുന്നു. നമ്മൾ SSCയിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഡെയിലി റൊട്ടീൻ ആയിട്ട് മാറണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്നു ഒരു കൊല്ലം നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ബേസ് ഒക്കെ സെറ്റ് ആക്കി. അതിനുശേഷം നമ്മൾ ഒരു 25 ക്വസ്റ്റ്യൻ, അതായത് SSCയിൽ വന്ന ഒരു 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കുക. ആ 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും. ബട്ട് നമുക്ക് എവിടെയാണ് ഡിഫിക്കൽട്ടി വരുന്നത് വെച്ചാൽ ആ 25 ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റൂല. അപ്പൊ അവിടെയാണ് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതോടെ നമ്മുടെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഡെയിലി റൊട്ടീനിൽ ഒരു ഭാഗമായിട്ട് മോക്ക് ടെസ്റ്റ് മാറ്റുക. ഈ ഫുൾ ടെസ്റ്റ് ഡെയിലി ചെയ്യാന്നുള്ളതിന് പകരം സെക്ഷൻ ടെസ്റ്റ് ചെയ്യുക. മാത്സിന്റെ ആയാലും ഇംഗ്ലീഷിന്റെ ആയാലും സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. നമുക്ക് കണ്ണൂർ തന്നെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അത് രാവിലെ വന്നിട്ട് വൈകുന്നേരം 6-7 മണി വരെ അവിടെ ഇരുന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ അതിൽ കൂടി എന്റെ മെന്ററിംഗ് സെഷൻ കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ പോയിരിക്കും. വൈകുന്നേരം ഞാൻ ഒരു 6 മണി വരെ 5:30-6 മണി വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു. ആ സമയത്ത് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യും, വീഡിയോ ക്ലാസ് കാണും. അങ്ങനെയായിരുന്നു എന്റെ അവിടെ ഉണ്ടായ ടൈം പോയത്. അത് യൂസ് ചെയ്യുന്ന ആ ലാബ് ഫെസിലിറ്റീസ് നല്ലോണം യൂസ് ചെയ്യുന്ന കുറെ സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അവർക്കെല്ലാം എന്തായാലും ഒരു നാൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതായത് എനിക്ക് ആ ഒരു വീക്ക് തുടങ്ങുന്നതിന് മുമ്പിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടാവും. ഈ വീക്കിൽ എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം ഏരിയ ഞാൻ കവർ ചെയ്യണം, ജിക്കിൽ തന്നെ ഏതെല്ലാം കവർ ചെയ്യണം, മാത്സിൽ തന്നെ ഏതെല്ലാം കവർ ചെയ്യണം, എത്ര ഫുൾ ടെസ്റ്റ് അടിക്കണം. ആ ഒരു കറക്റ്റ് ഒരു പ്ലാനിങ് എനിക്ക് ആ വീക്ക് തുടങ്ങുന്നതിന് മുമ്പിൽ ഉണ്ടാവും. ഈ വീക്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊരു പ്ലാനിങ് എനിക്ക് ഉണ്ടാവും. അതുപോലെയായിരുന്നു എൻ്റെ റൂട്ടീൻ പോയിക്കൊണ്ടിരുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. ഞാൻ രാവിലെ പൊതുവെ എണീക്കാൻ മടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രിക്ക് പരമാവധി എത്രത്തോളം ടൈം അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യലുണ്ട്. ഞാൻ ഇപ്പോൾ 7 മണിക്ക് വീട്ടിലെത്തി വെച്ചാൽ 7 മണിക്ക് വീട്ടിലെത്തി ഞാൻ 12:30 വരെ ഇരിക്കും. ആ ഒരു ടൈം വരെ ഇരുന്നാലേ ഞാൻ ബെഡിലേക്ക് പോകും. അത്രയും സമയം യൂസ് ചെയ്യും. അതിനുശേഷം വീണ്ടും 7:00 എണീച്ചാൽ വീണ്ടും റേസിലേക്ക് പോകും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡേ പോയിക്കൊണ്ടിരുന്നത്. എന്റെ വീക്ക് ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. എന്റെ മാത്രം ആയിരിക്കും ഒരുവിധം ഈ ഒരു എക്സാമിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഈ 2 കൊല്ലം 3 കൊല്ലം സ്റ്റെക്കായിട്ട് ഇരിക്കുന്ന മിക്ക ആൾക്കാരും വീക്ക് ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനായിരിക്കും. ഇപ്പം ഈ 120 ഞാൻ ഒരു ടൈമിൽ 120 CGL 200 മാർക്ക്, ഞാൻ 120-130 ഒരുപാട് നാൾ സ്റ്റെക്ക് ആയിക്കൊണ്ടിരുന്നു. അത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് എന്റെ വീക്ക് ടോപ്പിക് ഇംഗ്ലീഷ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നില്ല. അത് മനസ്സിലാക്കുന്നതിനപ്പുറം ഞാൻ ആ ഒരു ഏരിയ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നില്ല. ഞാൻ എന്നോട്ട് ഞാൻ ആ ഏരിയ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചോ അന്നോട്ട് എന്റെ മാർക്ക് കൂടിക്കൊണ്ടിരുന്നു. ഇംഗ്ലീഷ് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചത്, വൊക്കാബിൽ എന്നെ സഹായിച്ചത് ബ്ലാക്ക് ബുക്ക് ആയിരുന്നു. ഞാൻ ബ്ലാക്ക് ബുക്ക് കംപ്ലീറ്റ് തീർത്ത ഒരാളാണ്. ബ്ലാക്ക് ബുക്ക് തീർത്തു. അതിനുശേഷം ഞാൻ ഗ്രാമർ റൂൾസ് നോക്കി. പിന്നെ ഡെയിലി ഈ പലരും മറന്നൊരു കാര്യമാണ് പലരും ചെയ്യുന്നത് വെച്ചാൽ ഫുൾ ടെസ്റ്റ് ചെയ്യുന്നു, മാത്സിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു. പലരും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിന്റെ സെക്ഷണൽ ടെസ്റ്റ്. അന്ന് അത്യാവശ്യം ഞാനൊരു 2019 തൊട്ട് 2024 വരെയിലെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് സെക്ഷണൽ ടെസ്റ്റ് ഞാൻ അടിച്ചു തീർത്ത ഒരാളാണ്. ആ ഒരു കാര്യം എന്നെ ഇംഗ്ലീഷിൽ മാർക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിരുന്നു. പിന്നെ എക്സാമിന്റെ അവസാനത്തെ ഒരു മാസം മുമ്പാണ് ഞാൻ ഡെയിലി ഫുൾ ടെസ്റ്റ് എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ വീക്ക്ലി പ്രൈസോ അങ്ങനെ മാത്രമേ ഫുൾ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. എക്സാമിന്റെ 1 മാസം മുമ്പ് ഞാൻ ഡെയിലി ഫുൾ ടെസ്റ്റ് ചെയ്യും. ഈ പലരും ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്യും, സ്കോർ കാണും, അത് ലീവ് ചെയ്യും. അങ്ങനെ അതിന് പകരം നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തു, നമ്മൾ അനലൈസ് ചെയ്യും. നമുക്ക് എവിടെയൊക്കെ ആയിരുന്നു മാർക്ക് പോയത്, എവിടെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ, അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത നോക്കാൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു കാര്യം ആരും മറന്നു പോകാണ്ട് അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ നോക്കും. ഞാൻ ഈ 2 വർഷം ടൈമിൽ വെച്ചാൽ ഞാൻ ഒരു ഫംഗ്ഷൻസിന് പോയിരുന്നില്ല. കംപ്ലീറ്റ് എൻ്റെ ഫോക്കസ് മുഴുവൻ എക്സാമിൽ തന്നെയായിരുന്നു. ആ ഒരു ടൈം ഭയങ്കര ടഫ് സിറ്റുവേഷൻ ആയിരുന്നു. ഒരുപാട് എക്സാംസ് ഫെയിൽ ചെയ്തു. ആ ടൈമിൽ കൂടെ എൻ്റെ പേരൻസ് ഇതുവരെ എന്നെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. എനിക്കിത് കിട്ടുമോ, എനിക്കിത് എപ്പം കിട്ടും, മീൻസ് ഇത് നിർത്തണോ, വേറെ പരിപാടി നോക്കുന്നു ഇതുവരെ ചോദിച്ചില്ല. പിന്നെ ഓരോ ഫെയിലിയേഴ്സിനെ അവർ ഇതുവരെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരപ്പം എൻ്റെ കൂടെ തന്നെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം 24 വയസ്സായി. ഞാൻ 22ാമത്തെ വയസ്സിലായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത്. ആ ഒരു ടൈം ഗ്യാപ്പിൽ 2 വർഷ കാലയളവിൽ ഞാൻ ഏകദേശം 20ഓളം എക്സാം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു എക്സാം വന്നത്. ആ ഒരു എക്സാം ഞാൻ ക്രാക്ക് ചെയ്തു, ഓൾ കേരള റാങ്ക് 1 ലഭിച്ചു. ഇതിൽ വെച്ചാൽ നമ്മൾ ഫെയിലിയേഴ്സിനെ നേരിടുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. അച്ഛൻ്റെ പേര് ജയചന്ദ്രൻ, അമ്മേന്റെ പേര് നിഷ. നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഫാമിലി സപ്പോർട്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എനിക്ക് ഇവർക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. കാരണം ഇവരെന്നെ ഒരു തരത്തിൽ എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല. ഒരു തരത്തിൽ എനിക്കൊരു പ്രഷർ ഉണ്ടായില്ല വീടിന് എടുക്കുന്നത്. അതിപ്പം ഫിനാൻഷ്യലായി കൂടി എനിക്ക് വേണ്ട കാര്യങ്ങളായി കൂടി ഞാൻ ചോദിക്കുമ്പോൾ തരും. ഞാൻ അങ്ങനെ ചോദിക്കൽ കുറവാണ്. അത് ചോദിക്കുമ്പോൾ എനിക്ക് ഇവരുടെ കിട്ടലുണ്ട്. എന്റെ ലാപ്പ് എടുക്കുമ്പോൾ എനിക്ക് ഇവരുടെ ചോദിക്കണം, എനിക്ക് ഇത് ലാപ്പ് എടുക്കാനുണ്ട്, അപ്പൊ എനിക്ക് കുറച്ച് പൈസ ആവശ്യം വരും എന്ന് പറയുമ്പോൾ എനിക്ക് ഇവരോട് ചോദിക്കുമ്പോൾ എനിക്കൊരു മടിയുണ്ടായിരുന്നു. പഠിച്ച് ജോലി നേടി റാങ്ക് ലഭിച്ചതിന് നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവൻ ആദ്യം തന്നെ നമ്മള് ഡിഗ്രി കഴിഞ്ഞാലും ആദ്യം തൊട്ടേ +2 കഴിഞ്ഞു, നീ ഡിഗ്രിക്ക് എന്ന് എടുക്കണമെന്നോ ഒന്നിനും നമ്മള് അങ്ങോട്ട് ഓനൊരു ഇതാക്കിയിട്ടില്ല. ഓന് ഇഷ്ടമുള്ളതാണ് ഓൻ എടുത്തത്. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു ഞാൻ എന്ന് പഠിക്കണം എന്നാണ്. എന്നോടും പല പ്രാവശ്യം സംശയം ചോദിച്ചു. പക്ഷെ ഞാനും ഒന്നും അങ്ങനെ അങ്ങോട്ട് പറയാനൊന്നും നിന്നില്ല. ഇവൻ എന്നാ താല്പര്യം അത് എനിക്ക് പഠിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവൻ ലാസ്റ്റ് ഇവനായിട്ട് തെരഞ്ഞെടുത്തതാണ് അത് SSC എന്ന കോഴ്സ്. പല പരീക്ഷകളും ഇവൻ എഴുതിയിട്ടുണ്ടായി. അപ്പൊ ഒരു പരീക്ഷയും നീ എന്താ ആ പരീക്ഷ പാസ്സാവഞ്ഞതെന്നോ ഇനി വരുന്ന പരീക്ഷ കിട്ടുമോന്നോ ഒന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിട്ടാ. ഒരു പ്രാവശ്യം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം ഇനി അടുത്തേലും നിനക്ക് എന്തായാലും കിട്ടുമായിരിക്കും, അതങ്ങ് വിട്ടേ.
ഓനായാലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യത്തിന് എന്താ കിട്ടാത്തതിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ അധികകാലം നിന്നിട്ടില്ല. ഇവൻ പഠിച്ച് 1.5 വർഷം ആവുന്നതിന് ഇടയ്ക്ക് തന്നെ ഇവന് ജോലി കിട്ടി. ഇപ്പൊ ഈ പഠിച്ച് ജോലി നേടി റാങ്ക് കിട്ടിയതിൽ നമ്മളും നമ്മുടെ നാട്ടുകാരും എല്ലാവരും അതിയായി സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ മോനെ റാങ്ക് കിട്ടിയാൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. ഞാനടക്കം നമ്മളെ നാട്ടുകാരും മൊത്തം കുടുംബക്കാരും. അതുകൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് വെച്ചാൽ ഞാൻ രാത്രി ഒരു 8 മണി 9 മണിയാകുമ്പോൾ പിടിയെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ പഠിപ്പ് തുടരും. പിന്നെ ഞാൻ കടന്നുറങ്ങി ഒരു 2 മണിക്ക് ഒരു എണീക്കലുണ്ട്. അന്നേരവും കൂടി ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നേടിയെടുത്തതാണ്. കാരണം നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല. നമ്മളങ്ങനെ പൈസ ചോദിക്കില്ലല്ലോ. നമ്മൾ വളരെയധികം സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു ഈ കച്ചവടം കിട്ടുന്ന വരുമാനം കൊണ്ട് ഓരോ മതവിഭാഗത്തിലുണ്ടേ അതിനോട് സപ്പോർട്ട് ചെയ്തിട്ട് ചില സമയത്ത് ഒരു കണ്ണൂരേക്ക് പോകാൻ 50 റുപ്യ 60 റുപ്യ മേടിക്കുക. അത് മേടിച്ചാൽ ഞാൻ പറയും 100 റുപ്യ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ അങ്ങനെയെല്ലാം ഒരു അവൻ ചോദിക്കൂല. വളരെയധികം ഒരു ഇതായിട്ട് വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു പെപ്പെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു സിനിമ കാണും. അതാണ് ഇവന്റെ പ്രധാന വീക്ക്. പിന്നെ ക്രിക്കറ്റ് അത് ഇവന് ഭയങ്കര ഇതാണ്. മുമ്പ് ക്രിക്കറ്റിൽ നല്ലൊരു ഇതായിരുന്നു. ജില്ലാ ടീമിൽ കളിച്ചിരുന്നു. ഇവൻ ഫിസിക്കലിൽ തന്നെ ഇവൻ കുറച്ചു കാലമായിട്ട് ഇവനായിരുന്നു ഒന്നും അധികം പ്രാക്ടീസ് ചെയ്യലൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഇങ്ങനെ ആ സമയത്ത് മാത്രം ഒരാഴ്ചയാണ് ആകെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടുണ്ടായത്. അതിന് ഇവനെ നല്ലോണം സപ്പോർട്ട് ചെയ്യാൻ ഇവന്റെ ഫ്രണ്ടും ഉണ്ടായി, ഏട്ടന്റെ മോനും ഉണ്ടായി. ഇവന്റെ ഏട്ടൻ തന്നെ രണ്ടാളും കൂടി നല്ല സപ്പോർട്ടും ഉണ്ടായി. കൂട്ടിയിട്ട് പോകാൻ എല്ലാത്തിനും ഇവന്റെ ചേച്ചിന്റെ ഭർത്താവാണ് എല്ലാ ഇടത്തിലും നല്ല സപ്പോർട്ടോടുകൂടി ഇവനെ കൂട്ടിയിട്ട് പോയത്. പിന്നെ അവിടെ നിന്ന് ഇവര് വീഡിയോ കോൾ ചെയ്തു. പിന്നെ പാസ്സായി എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് തരാൻ നമുക്കത് ഒരാകെ എന്താന്ന് പറയണ്ട്. ഞാൻ കടയിലുണ്ടായി ഒന്നും ആരുടെ മുമ്പൊന്നും ഒന്നും പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് നമ്മളുണ്ടായത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കടമ്പ പിന്നെ മെഡിക്കലായിരുന്നു. മെഡിക്കലിൽ നമ്മൾക്ക് നല്ലൊരു തമസം ഉണ്ടായിരുന്നു. കാരണം എന്നാണ് മെഡിക്കലിന് നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ കണ്ണുമില്ല. പക്ഷേ മെഡിക്കലിൽ ചെന്നൈയിലുണ്ടായിരുന്നു. 3 ദിവസം അവിടെ തങ്ങി. അതും ഇതേമാതിരി പിന്നെ ട്രെയിൻ ബുക്ക് ചെയ്ത് ട്രെയിൻ കിട്ടിയില്ല, പ്ലെയിൻ തന്നെ പോയത്. ഇത് ഭാരിച്ച ചെലവുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ നോക്കിയില്ല. ദൈവം സഹായിച്ചിട്ട് നല്ല സക്സസ് ആയി. ഫിസിക്കലായെന്ന് രാവിലെ ഞാനും അച്ഛനും നമ്മളെ രണ്ടാളും കൂടി അമ്പലത്തിൽ പോയി രാവിലെ പ്രാർത്ഥിച്ച് വൈകുന്നേരം വരെയും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചും ഒരു എന്താ പറയണ്ടത് എന്നാ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തന്നെ ഉണ്ടായേ. ഏത് തരത്തിൽ എത്തുന്നില്ല. ആ ഒരു പരീക്ഷ നല്ല മാർക്കോട് പാസ്സായി. ഭയങ്കര പ്രതീക്ഷയായിരുന്നു നമുക്ക്. നല്ല പ്രതീക്ഷയോടെ കൂടി തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കിട്ടുന്നില്ല ആ ഒരു പ്രതീക്ഷ നമ്മളെ മനസ്സിലും ഉണ്ട്. എക്സാമും നല്ല മാർക്കോടെ തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് എല്ലാരും നമ്മള് മാത്രമല്ല അമ്പലത്തിൽ പോയത്. വീട്ടിലെ നമ്മളെ കുടുംബത്തിലെ കുടുംബത്തിലെ എല്ലാവരും ഇവന് വേണ്ടി അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാരും മനസ്സിലും ഇതന്നെ കിട്ടണമെന്നില്ല, കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ഉണ്ടായി. നമ്മളെ കുട്ടികളെ പഠിക്കാൻ വിടുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് തന്നെ പഠിച്ചിട്ട് എടുക്കണമെന്നോ അവരെ താല്പര്യത്തിന് വിടുക, നമ്മളെ താല്പര്യത്തിനല്ല. ഇനി 1 വർഷമല്ല 2 വർഷമല്ല 3 വർഷമായാലും ഇത് അവർക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ ഒരു 3 വർഷം കൊണ്ടായാലും അത് 4 വർഷം കൊണ്ടായാലും അത് പഠിച്ചെടുക്കാൻ കഴിയും.